അഴകെന്നുള്ള പാട്ടൊക്കെ അഴകെ പല്ലവി ഞാൻ അംഗീകരിച്ചതാ, പെട്ടെന്ന് കിട്ടിയതാ. നിസ്സാര സമയം കൊണ്ട് എഴുതി ഒരു വാക്ക് കൊണ്ട് എഴുതുമ്പോ ചിലത് ഇപ്പൊ അഴകെ എന്നുള്ള വാക്ക് അന്ന് ആരും വലുതായിട്ട് ഉച്ചരിച്ചിട്ടില്ല. അഴകേ ആ പിച്ച് കിട്ടണ ഒരു വാക്ക് വേണം, അതും ചേരുവ ചേർക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോ ഒരു നമ്മുടെ ഉള്ളിൽ അതിന്റെ റൈം കിടപ്പുണ്ടായിരിക്കും, തലയ്ക്കകത്ത് കിടപ്പും. അപ്പൊ ഒരാള് വേളാണ് എഴുതുന്ന തുറവൂര് എഴുതുമ്പോ ഞാൻ തുറവൂരെന്നാണ് വിളിക്കുന്നത്, ഷിജു എഴുതുമ്പോ നമുക്ക് തോന്നുന്ന ഒരു വരിയുണ്ട്. ആ അരികെ എന്നുള്ള അഴകെ എന്നുള്ള വാക്ക് അതിന്റെ ഡെപ്ത് എന്തെന്ന് നോക്കും. ഡെപ്ത് ഓക്കെ ആണെങ്കിൽ അക്സെപ്റ്റബിൾ. അത് കഴിഞ്ഞ് പല്ലവി ആദ്യം എഴുതി തീർക്കാൻ നോക്കും. അതൊരു 3 ഘട്ടമായിട്ടാണ് ചെയ്യുന്നത്, പല്ലവി, അനുപല്ലവി, ചരണം. ആ പല്ലവി കഴിഞ്ഞ് തീർത്തതിന് ശേഷമാണ് അനുപല്ലവിയിലേക്ക് കയറാൻ പറയുന്നത്. അപ്പൊ അതിനൊരു ഓരോ രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇങ്ങനെയൊക്കെ ആകാം, ഇങ്ങനെയൊക്കെ പോകാം, എങ്കിൽ മാത്രമേ സ്ട്രൈക്ക് ആവത്തുള്ളൂ ഒരു സിനിമയിലെ പാട്ട്. അത് എന്തുമാത്രം ഡയറക്ടർ അദ്ദേഹം എന്തുമാത്രം സ്ട്രെയിൻ ചെയ്തായിരിക്കും മ്യൂസിക് ഡയറക്ടറിന്റെ കൺവിൻസ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു 50% അല്ലെങ്കിൽ ഒരു 25% എഫേർട്സ് എടുത്തിട്ടാണ് നമ്മൾ ഡബിങ് സിനിമയിലെ പാട്ട് ചെയ്യിപ്പിക്കാൻ നോക്കുന്നത്.